ഗോത്ര കാലഘട്ടവും വേദ ഇതിഹാസ കഥകളും ഭാഷയും. നമ്മൾ പഴയ കാലഘട്ടത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ വളരെയധികം ഗ്രന്ഥങ്ങൾ അവർ എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ പൂർവികർ. അത് വേദങ്ങൾ എന്ന് പറയും. പലവരും വേദങ്ങൾ തന്നെ, ഇപ്പം ബൈബിളും ഖുറാനും എല്ലാം അവർ വേദം തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു വേദം. എന്തുകൊണ്ടാണ് വേദം എന്ന് പറയുന്നതെന്ന് പറഞ്ഞത് അത് പിന്നീട് നോക്കാം. പിന്നെ കുറേ കഥകളെല്ലാം എഴുതി പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പോലും അന്തം വിട്ടു, അത്രയും വിസ്തരിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നും അവർക്ക് ഇത്രയും വലിയ വിവരമോ, ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം ഇത്രയും നീട്ടി വലിച്ച് നമുക്ക് പോലും ഇത്ര വലിയ ഗ്രന്ഥങ്ങൾ എഴുതാൻ പറ്റുന്നില്ല. അവർ ഇതെങ്ങനെയാണ് ഇങ്ങനെയെല്ലാം എഴുതി വിട്ടത്? അതെല്ലാം വായിക്കുമ്പോഴും നമുക്ക് ശരിയാണെന്ന് തോന്നുകയും അതെല്ലാം സംഭവിച്ച സംഭവങ്ങളാണെന്ന് തോന്നുകയും അത് അതേപോലെ നമ്മൾ അനുകരിച്ചു പോവുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് മതങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം എപ്പോൾ ഉണ്ടായത്? ആ പണ്ടത്തെ ഗോത്ര കാലഘട്ടത്തിന്, മനുഷ്യൻ്റെ ആരംഭത്തിൽ. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. പറ്റാതെ കൊണ്ടൊന്നുമില്ല. ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ആൾക്കാർക്കും കവികൾക്കെല്ലാം എഴുതാനെല്ലാം പറ്റും. അന്നുള്ളവർക്ക് മാത്രമൊന്നുമല്ല, നീട്ടി വലിച്ച് എഴുതാനെല്ലാം പറ്റും. പക്ഷേ നമ്മളതിന് മെനക്കെടുന്നില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പം ആദിമ മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തുടക്കം എങ്ങനെയായിരിക്കും? വലിയ വിവരമൊന്നും ഉണ്ടാവില്ല, ഒരു വിവരവുമില്ല. സയൻസ് എന്നത് അടുത്തുകൂട്ട പോയിട്ടില്ല. പിന്നെ അവർക്ക് ആദ്യം ആവശ്യമുള്ളത് സയൻസ് ഒന്നുമല്ല. സയൻസ് ഉണ്ടാക്കിയിട്ട് അന്ന് എന്ത് ചെയ്യാനാണ്? ഒരു പുരോഗതി ഇല്ലാത്ത സ്ഥലത്ത് കാട്ടിലും ഗുഹയിലും കിടക്കുന്നവർക്ക് സയൻസ് ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ്, ആവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യം സംസാരിക്കാൻ ഒരു ഭാഷ വേണം. അപ്പം അവർ പല ഗോത്രങ്ങളായിട്ടാണല്ലോ താമസിച്ചിരുന്നത്. അവരപ്പോൾ ആദ്യം ചെയ്തിരുന്നത് ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കുക, സംസാരിക്കാനുള്ള. അവരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഭാഷ തന്നെയാണ്. സംസാരിക്കാൻ ഒരു ഭാഷ വേണം. കാരണം ആ സമയത്ത് ഭാഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവർ ആദ്യം ശ്രമിക്കുക എന്താണ്? ഭാഷകൾ ഉണ്ടാക്കിയെടുക്കാനാണ്. വേറെ ജോലിയൊന്നുമില്ല. വേറെ എന്ത് ചെയ്യാനാണ്? കിട്ടുന്നയോ വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന മത്സ്യത്തിനെല്ലാം പിടിച്ച് തിന്നോ, അല്ലെങ്കിൽ വല്ല പുൽക്കൊടിയോ എന്തൊക്കെ വല്ല എടുത്തിട്ട് കിട്ടുന്നതും കൊണ്ട് അത്രയും. അവർ വേറെ കർമ്മങ്ങളൊന്നുമില്ലല്ലോ. വേറെ സിനിമക്കോ മറ്റോ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാകൃത മനുഷ്യൻ. അപ്പോൾ അവന് ആദ്യ ആവശ്യം ഭാഷയാണ്. അപ്പോൾ അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ ബുദ്ധി മുഴുവൻ ഭാഷ ഡെവലപ്പ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഏത് സമയം അവർ ഭാഷ ഡെവലപ്പ് ചെയ്തു. പിന്നെ ഭാഷ ഡെവലപ്പ് ചെയ്ത് അത് വെച്ചുകൊണ്ട് എഴുതി വിടുക. എത്രമാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതേ ജോലിയുള്ളൂ, ഇരുന്ന് എഴുതുക, ഭാഷ വെച്ചിട്ട്. ആൾക്കാർ ഇപ്പം ഭാഷയിൽ പ്രാവീണ്യം നേടിയവരാണ്. അവർ ഉപയോഗിച്ച ഭാഷ തന്നെയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മളിന്ന് പുതിയൊരു ഭാഷ ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുന്നൊന്നുമില്ല. പിന്നെ കമ്പ്യൂട്ടറിന് വേണ്ടിക്ക് വേറെ ഭാഷ ഉണ്ടാക്കുമായിരിക്കും. അല്ലാതെ പുതിയൊരു ഭാഷ, ഇവിടെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ഭാഷയുണ്ട്. അതുപോലും എല്ലാം പഠിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത്രയും ഭാഷേൻ്റെ കാര്യത്തിൽ അവരുടെ കണ്ടുപിടുത്തം ഭാഷയാണ്. ഇപ്പം ഭാഷയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ജോലി അപ്പോൾ ആദ്യം എന്തായാലും ആ ഭാഷ വെച്ച് ഉള്ളതെല്ലാം അടിച്ചുവിടുക. ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഈനിടയ്ക്ക് നമ്മൾ എല്ലാവരെയും അക്ഷരം പഠിപ്പിക്കണം എന്നെല്ലാം ചോദിച്ചാൽ അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യത്തെ താല്പര്യം എന്തായിരിക്കും? കണ്ടേലെല്ലാം എടുത്ത് വായിക്കുക. കാരണം ഇത്ര കാലം വായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് സ്വാഭാവികമാണ്. അതേപോലെ അവർക്ക് ഭാഷ കിട്ടിക്കഴിഞ്ഞാൽ ഭാഷ വെച്ചിട്ട് വെച്ചടിച്ച് കാറ്റുക. പക്ഷെ സയൻസ് ഒന്നും അന്നില്ല. അപ്പം പ്രകൃതിയിലുള്ള സംഭവവികാസങ്ങളെ അവരെ ഭാവനക്കനുസരിച്ച് അവർ അടിച്ചുവിടും. ഭാവനക്കടിച്ച അനുസരിച്ചാണ് അടിച്ചുവിടുന്നത്. അല്ലാതെ സയൻസ് വെച്ചൊന്നും അടിച്ചുവിടാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അങ്ങനെ അടിച്ചുവിടാനുള്ള വളരെ വലിയ കഴിവുണ്ട്.
ഭാഷയുള്ളവർക്ക് ഇന്നും നമ്മൾ സയൻസ് അറിയാത്തവരും ഭാഷ വെച്ചങ്ങനെ കാച്ചുന്നതാണ്. സംസാരിക്കാനുള്ള കഴിവ് ഭാഷയുള്ളവർക്ക്, പക്ഷെ സയൻസ് അറിയുന്നവർക്ക് ഭാഷ അത്ര അധികം, സയൻസ് പഠിക്കുന്നവർക്കെല്ലാം ഭാഷയിൽ കുറച്ച് കമ്മിയാണ്. അപ്പോൾ അവർക്കങ്ങനെ വാരയടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ലാംഗ്വേജിൽ താല്പര്യമുള്ളവർ അവർ ഭയങ്കര, അവർക്ക് ജനിക്കുമ്പം തന്നെ എഴുതി വിടാനുള്ള കഴിവുകളുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാർക്ക് മുഴുവൻ അതാണുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വലിയ കഥകളെല്ലാം എഴുതി, കഥകളെല്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സംഭവവികാസങ്ങൾ ആലോചിക്കും, അവരെ ഭാവനക്കനുസരിച്ച് അടിച്ചുവിടും. അങ്ങനെയാണ് ആദ്യത്തെ കുറേ കഥകളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ ആ കഥകളെ പൂർണ്ണമായിട്ടും അത് വെറും കഥയാണെന്നൊന്നും കാണാൻ പറ്റില്ല. കാരണം അവിടെയാണ് വേദങ്ങളുടെ പ്രാധാന്യം. വേദം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വേദങ്ങൾ, മറ്റുള്ള വേദങ്ങളല്ല. ഖുർആൻ, ബൈബിൾ അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അതെല്ലാം പിന്നീട് ഉണ്ടായതാണ്. അപ്പം ആദ്യം ഉണ്ടായത് വേദങ്ങളാണ്. അപ്പം ഈ വേദങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇവരിൽ നിന്നൊന്നുമല്ല, ഈ ഭാഷാ പണ്ഡിതരിൽ നിന്നൊന്നുമല്ല വേദങ്ങൾ വന്നിരിക്കുന്നത്. വേദം സംസ്കൃത ഭാഷയിലാണ്, സംസ്കൃത ഭാഷയിലാണ്. അത് ദേവഭാഷയാണെന്ന് പറയാൻ കാരണം അതിലൂടെയാണ് ശാസ്ത്രമെല്ലാം ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നിരിക്കുന്നത്. കാരണം ആ ഭാഷയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പല വിഷയങ്ങൾ, പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും അടങ്ങിയ പുസ്തകമാണ് വേദങ്ങൾ. അത് എഴുതി പഠിപ്പിക്കുമ്പോൾ ഒരു വരി കൊണ്ട് തന്നെ പല കാര്യങ്ങളെല്ലാം പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരു അതിനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഭാഷയാണ് സംസ്കൃതം. അതിലാണ് വേദങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ വേദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആദിമ മനുഷ്യൻ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളെ പരിണാമ സിദ്ധാന്തം എന്നെല്ലാം പറയുന്ന മാതിരിയുള്ള സിദ്ധാന്തത്തിലൂട്ടിയൊന്നുമല്ല പൊതുവേ ഉണ്ടാകുന്നത്. അതെപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം സൃഷ്ടിയുടെ തുടക്കത്തിലാണ്. അപ്പം നമ്മളുടെ കാലത്തെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതായത് ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി കൊളോണിയലിസത്തിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നല്ലൊരു ലോകം ഉണ്ടാകും. വസുദേവ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ലോകം പുരോഗമിച്ച് ഏറ്റവും നല്ല മാക്സിമത്തിലെത്തും. അതാണ് സൃഷ്ടിയുടെ ലക്ഷ്യം. ആ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രളയം നടക്കും. പ്രളയം നടക്കുമ്പോൾ എന്ത് പറ്റും? അതെല്ലാം യുദ്ധത്തിലൂടെയാണ് മാറുന്നത്. 3 ലോകമഹായുദ്ധങ്ങൾ അതിൻ്റെ ഇടക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം ഉണ്ടാകുന്നത്. അപ്പോൾ ആൾ കുറച്ച് കുറവേ ആയിരിക്കും. അവസാനത്തെ 3ാം ലോകമഹായുദ്ധത്തിൽ അല്ലെങ്കിൽ മഹാഭാരത കഥയിൽ അതാണ് കഥയായിട്ടെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഈ 4 യുദ്ധങ്ങളെയാണ് കഥയായിട്ടെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവസാന സമയത്ത് പ്രളയം ഉണ്ടാകുമ്പോൾ കുറേ പേര് ബോട്ടിലെല്ലാം കയറി. പ്രളയം പലതരത്തിലുണ്ട്. ഭൂമി മാത്രം വെള്ളത്തിൽ മുങ്ങുന്ന പ്രളയമുണ്ട്. സൗരയുധ സിസ്റ്റം തന്നെ, ഭൂമി തന്നെ കത്തിയെരിഞ്ഞു പോകുന്ന അവസ്ഥ, സൂര്യനും എല്ലാം കത്തിയെരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പം പ്രളയം പലതരത്തിലുണ്ട്. പിന്നെ ഈ പ്രപഞ്ചം ഒന്നടക്കം നശിക്കുന്ന ഒരു പ്രളയമുണ്ട്. അത് ഉണ്ടാകുമ്പോഴാണ് പിന്നെ ആദ്യം മുതലേ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പം അത് എത്രയോ മന്വന്തരം, കുറേ അതിന് മന്വന്തരങ്ങൾ എന്നെല്ലാം പറയാം. അതിനെപ്പറ്റി പിന്നീട് പറയാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുറേ പ്രളയങ്ങളുണ്ട് ഈ ഭൂമിയിലുണ്ടാകുന്ന പ്രളയങ്ങൾ. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ കലിയുഗത്തിൻ്റെ അവസാനമാണ് നമ്മളിന്ന് പുരോഗമിച്ച് പോവുകയാണ്. നല്ലൊരു സ്റ്റേജ് എത്തുമ്പോൾ അവസാനം നല്ലൊരു യുഗം ഉണ്ടാകും. നല്ലൊരു എല്ലാവരും ഏറ്റവും സുഖമായി വസിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് ഈ സൃഷ്ടിയുടെ രഹസ്യം. അങ്ങനെ ഒരു ലോകം ഉണ്ടാക്കും. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിച്ചിട്ട് ആദ്യമേ കൃതയുഗം, ത്രേതായുഗം. അങ്ങനെ വരുമ്പോൾ പ്രളയം നടന്നാലുള്ള ജനങ്ങൾ ചിലവർ ബോട്ടിലെല്ലാം കയറി രക്ഷപ്പെടും. ചിലപ്പോൾ റോക്കറ്റിൽ കയറി രക്ഷപ്പെടേണ്ടി വരും. അത് ബൈബിളിൽ
പെട്ടകത്തിൻ്റെ കഥയെല്ലാം ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേദങ്ങളിൽ വിഷ്ണു പുരാണത്തിലെല്ലാം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മത്സ്യത്തിൻ്റെ മേലെ ഇതെല്ലാം കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന കാര്യത്തിൽ എല്ലാം കഥയിലങ്ങനെ പറയുന്നതാണ്. എല്ലാം സംഗതി ഒന്ന് തന്നെയാണ്. പ്രളയ സമയത്ത് കുറച്ച് പേര് രക്ഷപ്പെടും. ഈ രക്ഷപ്പെടുന്നവരിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്. ഇങ്ങനെ കുറേ സൈക്കിൾ പിന്നെ ആദ്യം ഒന്നേന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോകുന്ന ചക്രങ്ങൾ കുറേയുണ്ട്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അങ്ങനെ കുറേ കഴിയുമ്പോഴാണ് പിന്നെ കംപ്ലീറ്റ് സൂര്യൻ നശിച്ചു പോകുന്നത്. അത് നമ്മൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ കത്തിയെരിഞ്ഞ കാണുന്നുണ്ട്. അങ്ങനെ സൂര്യനും കത്തിയെരിയും. അപ്പോഴും നമ്മൾ ബഹിരാകാശത്തിൽ രക്ഷപ്പെടും. അത് പലതരത്തിൽ രക്ഷപ്പെടുന്ന കാര്യങ്ങളുണ്ട്, അല്ല വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൂര്യനടക്കം കത്തി നശിച്ചു പോയ നക്ഷത്രങ്ങളെല്ലാം അടക്കം കത്തി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നേന്ന് തന്നെ സൃഷ്ടി ഉണ്ടാകണം. അപ്പം അതുവരെയുള്ള കാര്യത്തിൽ ഈ പ്രളയത്തിലൂടെ രക്ഷപ്പെട്ടു വരുന്നവരിലൂടെയാണ് പിന്നെ അടുത്ത യുഗം തുടങ്ങുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞ് പിന്നെ ആദ്യ സൃഷ്ടി തുടങ്ങും. ഇങ്ങനെ ഒന്നേന്ന് തുടങ്ങും. അപ്പം അങ്ങനെ ലോകം അവസാനിക്കുമ്പോഴും മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ് സയൻസ് മുഴുവൻ. അവർ അതുവരെ കണ്ടെത്തിയ സയൻസും പിന്നെ അത്യാവശ്യം നിലയിൽ കണ്ട വസ്തുക്കളെല്ലായിട്ട് മനുഷ്യർ രക്ഷപ്പെടും. അത് അല്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ നാളെ പ്രളയം നടക്കുന്നല്ല ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കുറച്ച് പേര് രക്ഷപ്പെടുമ്പോൾ ബഹിരാകാശത്തിലെല്ലാം എന്തുണ്ട്? സാറ്റലൈറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഇപ്പം തന്നെ വേറെ എവിടെയും പോയി താമസിക്കാൻ പറ്റുമോ എന്നെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് രക്ഷപ്പെടുക? ശാസ്ത്രലോകം രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടുന്നവർ ഇവിടുത്തെ സയൻസ് ബുക്ക് മുഴുവൻ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോഴാണ് വേദങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വേദത്തിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാ ശാസ്ത്രവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വേദങ്ങളും കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുക. അത് ഭാരതത്തിലുള്ളവർക്ക്, സംസ്കൃതം അറിയുന്നവർക്ക്, പണ്ഡിതർ മാത്രമാണ് ഈ വേദങ്ങളും കൊണ്ട് രക്ഷപ്പെടുക. അപ്പം അതിലെന്തുണ്ട്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവും? ബോട്ടിലെല്ലാം കയറി രക്ഷപ്പെടുന്നവരുണ്ടാകും. പിന്നെ സാധാരണ പുതിയ മനുഷ്യരെ യുഗങ്ങൾ തുടങ്ങുമ്പോൾ മനുഷ്യർ വേണമല്ലോ. ഇപ്പം ശാസ്ത്ര ലോകത്തോടൊപ്പം, ശാസ്ത്രം കൊണ്ടുപോകുന്നതോടൊപ്പം, അതിന് കഴിവുള്ള ആളുകളോടൊപ്പം മറ്റുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ആളുകളും എല്ലാം രക്ഷപ്പെടും. അത് ഭാരതത്തു നിന്ന് മാത്രമല്ല, ലോകത്തു നിന്ന് എല്ലായിടത്തു നിന്ന് രക്ഷപ്പെടും. അവരിലൂടെയാണ് പിന്നെ ഭാഷ ഡെവലപ്പ്. അവർക്ക് തന്നെ ഭാഷ അറിയാലോ, ആ ഭാഷേനെ തന്നെ എടുത്താലും മതി. അവർ ഭാഷ ഡെവലപ്പ് ചെയ്യും. അവർക്കറിയുന്ന, പക്ഷെ അവരൊന്നും ഈ ശാസ്ത്രങ്ങൾ പഠിച്ചവരല്ല. ഇന്ന് തന്നെ സയൻസിനെ പറ്റി ശരിയായ ജ്ഞാനമുള്ള ആൾക്കാർ എത്രയുണ്ടാവും? വിരലിന് എണ്ണാവുന്നത് അത്രയും ആളെയുണ്ട്. അവരാണ് രക്ഷപ്പെടുക. ബാക്കി മുഴുവൻ പുതിയ സൃഷ്ടി നടത്താൻ വേണ്ടി, പുതിയ സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ്. അവർക്കൊന്നും സയൻസിലൊന്നും വലിയ വിവരമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇവരെല്ലാം ജ്ഞാനവും തികഞ്ഞവരാണ്. ഈ പോയ ശാസ്ത്രലോകം, അവരെയാണ് നമ്മൾ വേദ ഋഷികൾ എന്ന് പറയുന്നത്. കാരണം ഋഷികൾ എന്ന് പറയാൻ അവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നശിച്ച്, പ്രളയം വെച്ച് നശിച്ചു കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? ഗുഹയിൽ പ്രാകൃത മനുഷ്യൻ്റെ ജീവിതം തുടങ്ങും. എല്ലാവരും ഒരുപോലെയാണ് തുടങ്ങുക. പക്ഷേ ഇവർക്ക് ബുദ്ധിയുണ്ട്. ഇവരുടെ ഡ്യൂട്ടി ആ ശാസ്ത്രജ്ഞാനം കൈമാറാൻ, നമുക്ക് കൈമാറാൻ, അടുത്ത തലമുറക്ക് കൈമാറാൻ വേണ്ടി എഴുതി വെക്കുക. അങ്ങനെ വേദങ്ങൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, സംസ്കൃതത്തിലുള്ളത്. അപ്പം വേദത്തിൽ സയൻസെല്ലാം ഉണ്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഭാവിയിൽ തന്നെ, പ്രളയം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വേദത്തിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും ലോകം മനസ്സിലാക്കും. പിന്നെ അതെടുത്ത് കൊണ്ടുപോയാൽ മതി. ബാക്കിയൊന്നും കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് അറിയുന്നവരെ, അതിനുള്ളവരെ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ പറഞ്ഞു, പിന്നെ ആദ്യം തുടങ്ങുന്നത് ഭാഷ വെച്ചിട്ടുള്ള കളി. ഈ പോയവർക്കും വന്നു കഴിഞ്ഞാൽ റോക്കറ്റ് ഒന്നും ഉണ്ടാക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പ്രളയം നടന്നിട്ട് എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല. അവർക്കും ഈ ജ്ഞാനം ഉരുവിട്ട് അവസാനം എഴുതി പിടിപ്പിച്ച് നമുക്ക് തലമുറകൾക്കായിട്ട് കൈമാറുക. അതിൽ കൂടുതൽ അവർക്കും ധർമ്മമില്ല. മറ്റുള്ളവരാകട്ടെ പുതിയ ജനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് കൃഷി എന്തെങ്കിലും പറ്റുമോ അതെല്ലാം നോക്കി നടന്നുകൊണ്ട്, ആ കാലഘട്ടത്തിൽ പാടുപെട്ടുകൊണ്ട്
പുതിയ സൃഷ്ടികൾ നടത്തിക്കൊണ്ട് പുതിയ ജനങ്ങളെയെല്ലാം ഉണ്ടായിക്കൊണ്ട് പുതിയ ഗോത്രങ്ങൾ അത് വികസിപ്പിച്ച് അതാണ് ഗോത്ര കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അധിക സമയം ഫ്രീ ആയിരിക്കും, കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. പിന്നെ ചെയ്യുന്ന എന്തായിരിക്കും, ഭാഷയെ ഡെവലപ്പ് ചെയ്ത് അവർക്കും എഴുതി വെക്കാൻ പറ്റും. പക്ഷേ അവരെഴുതുന്നത് അവരെ ഭാവന അനുസരിച്ച് പ്രകൃതി കാണുന്നതിനെല്ലാം എഴുതി വെക്കും. പക്ഷെ അവരും ഇവരെ ശ്രദ്ധിക്കും. ഈ ശാസ്ത്രലോകത്തെ വേദങ്ങളുമായിട്ട് രക്ഷപ്പെട്ടു വന്നവര് എഴുതുന്ന പറയുന്ന കാര്യങ്ങൾ അവരും കേൾക്കാൻ ശ്രമിക്കും. പക്ഷെ അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം ഞാനിപ്പം വേദത്തിലെ വ്യാഖ്യാനം നടത്തുമ്പോൾ അതിൽ സയൻസ് പറയുമ്പോഴും കേൾക്കുന്നവർ സയൻസ് അറിയുന്നവർക്കേ അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അല്ലാതെ അവരൊന്നും കേൾക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ക്ഷമിച്ചാൽ ഉൾക്കൊള്ളാം, അത്ര ലളിതമായിട്ടാണ് പറയുന്നത് വേദങ്ങൾ. പക്ഷെ എന്നാൽ ആ ഒരു സയൻസ് കേൾക്കണം എന്നുള്ള താല്പര്യമുള്ളവർ തന്നെ കുറവായിരിക്കും. കേൾക്കേണ്ടവർക്കല്ല, അങ്ങനെ കുറച്ച് പേരുണ്ട്. ആ നിലയിൽ ഈ മനുഷ്യർക്കും ഋഷികൾ പറയുന്നതൊന്നും എഴുതി വെക്കുന്ന അവർ ഉരുവിടുന്നതും ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഋഷികൾ എവിടെ നിന്നോ, അത് ശാസ്ത്രലോകമാണ്. അവർ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടാണുള്ളത്. ലോകത്തിൽ മുഴുവൻ പല ഗോത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവർ ഏതോ ഒരു മൂലക്കാണ് ഒതുങ്ങിയിരിക്കുന്നത്. നമ്മളെ ഭാരതത്തിൽ തന്നെ നമ്മൾ ഗവേഷണ പുരാവസ്തുവെല്ലാം നോക്കിയപ്പോൾ നമ്മൾക്ക് ഇരിക്കുന്നത് മോഹൻജദാരോ ഹാരപ്പയിലെല്ലാം ഉള്ള അവിടെയുള്ള സംസ്കാരങ്ങളാണ്. അതൊന്നും ആര്യന്മാരല്ല. ആര്യന്മാരിൽ അതിനെക്കാട്ടി പിന്നീട് വന്നവരാണ്. കാരണം അവർ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരാണ്. അവർ ഏതോ അവരുടേതായ ലോകത്തിൽ കുറച്ച് പേര് കുറേ ഋഷികളെല്ലാം ഒരുത്തിയിൽ തങ്ങിക്കൂടിയിട്ട് ഇതെല്ലാം എഴുതി വെക്കും. പക്ഷേ ഇവരത് വാച്ച് ചെയ്യുകയും ചെയ്യും. കാരണം ഇവർ ഭയങ്കര ബുദ്ധിമാന്മാരാണല്ലോ, ലോക ജ്ഞാനെല്ലാം അറിയുന്നവരാണല്ലോ. അപ്പം അവർ പറയുന്ന കാര്യങ്ങളിൽ ചിലതെല്ലാം ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഭാവനക്കനുസരിച്ചിട്ട് ഇതെല്ലാം കോർത്ത് വെച്ചുകൊണ്ട് അടിച്ചുവിടും. കഥാരൂപത്തിലെല്ലാം അടിച്ചു വരും. അങ്ങനെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് മതഗ്രന്ഥങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ വേദങ്ങളിൽ എന്തെല്ലാമോ ഉള്ളത് അത് മാത്രമേ ഇവരെഴുതി വെക്കുന്നതിലും കാണുന്നുള്ളൂ. ഇവരെഴുതി വെക്കുന്നതിലും സയൻസായിട്ടുള്ളത്. വേദങ്ങളിലുള്ള വല്ല സയൻസും ഇന്ന് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട വല്ല സയൻസും ഉണ്ടെങ്കിൽ അത് ഇവരിൽ എല്ലാത്തിലും കാണാം. അത് വേദത്തിലുള്ളത് തന്നെയാണ് എല്ലാത്തിലും കാണുന്നത്. പിന്നെ ബാക്കിയെല്ലാം അവർ കുടുംബകാര്യങ്ങളും മറ്റേ കല്യാണക്കാരും അതും ഇതുമെല്ലാം ആയിട്ട് വെച്ച് കാച്ചിവിടെ അടിമത്തത്തെ പറ്റിയും മറ്റേതും എല്ലാം രാജഭരണവും അതും ഇതെല്ലാം ആയിട്ട് ഗോത്ര കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം അവരുടെ ഭാവനക്കനുസരിച്ച് കുറച്ച് സയൻസുകളിൽ അടിച്ചു പിടിച്ച് എഴുതി വെച്ചതാണ് ഈ മതഗ്രന്ഥങ്ങൾ. പക്ഷെ അതിനെല്ലാം വേദത്തിൽ, പക്ഷേ വേദവാദികൾ ചെയ്യുന്ന ഈ ഋഷികൾ, രക്ഷപ്പെട്ട ശാസ്ത്രജ്ഞർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ച രഹസ്യം മുഴുവൻ ക്രമത്തിൽ 4 വേദങ്ങളിലൂടെയും 108 ഉപനിഷത്തിലൂടെയും 18 പുരാണങ്ങളിലൂടെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം ഇതിലുള്ളത് തന്നെയാണ്. അത് സയൻസ് പുസ്തകമാണ്. അത് കഥരൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. സാധാരണക്കാർക്ക് കഥയായിട്ടങ്ങ് കൊണ്ട് നടക്കട്ടെ എന്ന് വെച്ചാൽ അത്രയും അവരുടെ ഭാഷയുടെ കഴിവുകൊണ്ട് അങ്ങനെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. മറ്റവർക്ക് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്തല്ലോ. പക്ഷേ ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്ന ചിലത് കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതിൽ ഒന്നാണ് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്ന ആ ബ്രഹ്മത്തെപ്പറ്റി. വേദങ്ങളിൽ ഈശ്വരൻ എന്നത് ബ്രഹ്മമാണ്. അത് ഏകമാണ്. അതിന് രൂപമില്ല, ഭാവമില്ല, എല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അത് ജനിക്കുന്നുമില്ല, ഒരിക്കലും ജനിക്കാൻ പോകുന്നില്ല, ഒരിക്കലും ജനിച്ചിട്ടുമില്ല എന്നെല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് അത് വ്യാഖ്യാനിക്കാൻ വേണ്ടി 108 ഉപനിഷത്തുകളിലൂടെ അത് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. ഒറ്റ ഈശ്വരനാണെന്ന്. പക്ഷെ ഇതൊന്നും ഇവർക്ക് പിടിവിട്ടില്ല. അപ്പം ഈ ഏക ദൈവം എന്നുള്ള വാക്ക് അവിടെ കിട്ടി, ഈശ്വരൻ എന്നത് അവർക്ക് കിട്ടി. അപ്പം എല്ലാ ഗ്രന്ഥത്തിലും ഏക ഈശ്വരൻ എന്ന വാക്ക് ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നമ്മളും ചിലവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്
ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അമ്പലം തന്നെ എവിടെയില്ല. പണ്ട് കാലത്ത് ബ്രഹ്മത്തിൻ്റെ പേരിൽ ഒന്നും തന്നെയില്ല, ക്ഷേത്രങ്ങളും. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് ഏകനാണ്, അതിന് രൂപവും ഭാവവും ഒന്നുമില്ല. അത് നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. ആ സംഗതിനെ അമ്പലവും ഇല്ല. പിന്നെ കുറച്ചും കൂടി അതിനെ മനസ്സിലാക്കിയവരാണ് ഇവിടെ നമ്മുടെ ഓച്ചിറയിൽ ഒരു അമ്പലമൊന്നും കെട്ടാതെ തറയൊന്നും കെട്ടാതെ അവിടെ ഒരു സങ്കല്പത്തിൽ ഇവിടെ ബ്രഹ്മം എന്ന നിലയിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു സ്ഥലത്ത് വെച്ചത് തന്നെ ഒരു തരത്തിൽ തരാം, അത് പിൽക്കാലത്തുണ്ടായതാണ്. പക്ഷെ എന്നാൽ അയാൾക്ക് കുറച്ച് അത് ആ സങ്കല്പത്തിൽ അത് സ്ഥാപിച്ച ആൾക്ക് ഒരു ധാരണയുണ്ട്, ബ്രഹ്മത്തിനൊരു അമ്പലം വേണമല്ലോ. അപ്പം ഈ ബ്രഹ്മത്തെ പറ്റിയാണ് 108 ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. അതിൽ രൂപമില്ല, ഭാവമില്ല, അത് ജനിക്കുന്നുമില്ല ഒരിക്കലും. അതാണ് ഈശ്വരൻ. പിന്നെ അത് പ്രപഞ്ചമായി മാറുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വസ്തുക്കൾക്കാണ് ദേവതകൾ എന്ന് പറയുന്നത്. അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം. അത് 30 മുക്കോടി എന്നും പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈശ്വരനെയും ദേവതകളെയും എല്ലാം കൂട്ടിക്കുഴച്ച് പിന്നെ പുരാണ കഥകളിലൂടെ വേദത്തിലുള്ള സയൻസിനെയാണ് വ്യാഖ്യാനിച്ചത്. വേദത്തിലെ സയൻസ്, വേദത്തിലെ ഓരോ ദേവതകളെ വെച്ചാണ് സയൻസ് പറയുന്നത്. ഹൈഡ്രജൻ എന്ന ദേവത, ഓക്സിജൻ, അത് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ്. അന്നത്തെ ഭാഷയിൽ ഭൂമി, ജലം, വായു, ജ്ഞാനം, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ദേവതകളായിട്ട് അതിനെ വിവരിച്ചു പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഋഗ്വേദ പഠനത്തിലൂടെ കാണുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്ന നമുക്ക് ഉപകാരപ്രദമായ ഭൗതിക വസ്തുക്കളും ഫോഴ്സുകളും ബലങ്ങളും എല്ലാം. അതിനെയാണ് ദേവതകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സയൻസ് അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനെയാണ് സയൻസിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ല കഥകളിലൂടെ, പുരാണ കഥകളിലൂടെ വ്യാഖ്യാനിച്ച് വന്നിരിക്കുന്നത്. മഹാഭാരതവും രാമായണവും പിന്നെ 118 പുരാണങ്ങളിലൂടെ എല്ലാം വ്യാഖ്യാനിച്ച് വരുന്നത്. പക്ഷെ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊന്നും പിടികിട്ടാത്തത് കൊണ്ട് ഈ വേദവാദികളിലെ സാധാരണക്കാരൻ എന്ത് ചെയ്തു, ഈ ഈശ്വരനെയും ഈ ദൈവത്തെയെല്ലാം ഒന്നാക്കിയിട്ട് ഈ കഥയിലെ കഥാപാത്രങ്ങളെ മുഴുവൻ ഈശ്വരനായി കണ്ടുകൊണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിർഗുണമായ ഒന്നാണ്, അത് ഒന്നേ ഉള്ളൂ. ഇതെല്ലാം ദേവതകളാണ്, ഈ ചുറ്റും കാണുന്ന എല്ലാം ദേവതകളാണ്, നമുക്ക് ഉപയോഗമുള്ള എല്ലാം ദേവതകളാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ കഥയിൽ കുറേ കഥാപാത്രം അവർ അത്ര ഭംഗിയിൽ വിവരിച്ചപ്പോൾ ഇതെല്ലാം ജനിച്ചവരാണ്. കാരണം അവരുടെ കഴിവ് നമുക്കറിയാലോ, അന്ന് ഭാഷയല്ലേ. അപ്പം വെച്ച് കാച്ചിയത് കൊണ്ട് ഇതെല്ലാം അതേപോലെ എടുത്ത് കഥാപാത്രങ്ങളെല്ലാം ദേവതകളായിട്ട് നമ്മളങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഇതെല്ലാം വ്യാഖ്യാനിച്ച മറ്റുള്ള മതങ്ങളിലും ഗ്രന്ഥങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ഏക ദൈവത്തെ പറ്റിയാണ്, ഏക ഈശ്വരനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പം വേദത്തിലുള്ള 108 ഉപനിഷത്തിലൂടെ എന്താണോ വ്യാഖ്യാനിച്ചത്, ഇവിടെ ആർക്കും ഒരു അമ്പലമൊന്നും പണിയാതിരുന്നുവോ ആ ബ്രഹ്മത്തെയാണ് അവർ വേറെ പേരിൽ അവരെ ഗ്രന്ഥങ്ങൾ അവർ എഴുതി, ഞാൻ പറഞ്ഞല്ലോ ബാക്കിയെല്ലാം സാധാരണക്കാരനാണ് എഴുതി വിടുന്നത്. അതെല്ലാം മതങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. ഭാരതത്തിലുള്ള മതങ്ങളായിട്ട് മാറുമ്പോൾ ഇങ്ങനെ എല്ലാ ദേവതകളെയും എല്ലാം കഥയിലുള്ള കഥാപാത്രങ്ങളെയെല്ലാം ഈശ്വരനായിട്ടായിട്ട് അങ്ങ് കണ്ട് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായ ആ ശക്തി വിചാരത്തെ ഈശ്വരനായി കണ്ട് അടിച്ചു വിട്ടിരിക്കുകയാണ്. അത് തന്നെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലും ഏക ഈശ്വരനെ ഒന്നാണ് എന്നുള്ള തത്വം വെച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രക്ഷപ്പെടുന്ന കാര്യം, പെട്ടകത്തിൽ രക്ഷപ്പെടുന്ന കാര്യം ഇവിടെയും അതേപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേദത്തിൽ പ്രപഞ്ചഘടനയെല്ലാം വിവരിക്കുന്നിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് 7 ലോകം മുകളിലുണ്ട്. ആദ്യം ആകാശവും ഭൂമിയായിട്ട് തിരിച്ചിട്ടുണ്ട്. വേദത്തിലാണ് ആകാശഭൂമികളെ പറ്റി, സൃഷ്ടിച്ചതിനെ പറ്റി പറയുന്നത്. ആകാശഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത്. അത് സയൻസ് എപ്പോഴും വിത്ത് റെസ്പെക്ട് ടു അസ് ആണ്. ജ്യോതിഷത്തിൻ്റെ എല്ലാ അടിസ്ഥാനം നമ്മളെ അടിസ്ഥാനമാക്കിയാണ് പ്രപഞ്ചം. നമ്മളില്ലെങ്കിൽ പ്രപഞ്ചമില്ല. അപ്പം നമ്മളെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ അടിസ്ഥാനത്താക്കി മറ്റുള്ളതിനെല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളെന്ന് പറയുന്നത് ഭൂമിയെ വെച്ചുകൊണ്ട് ഭൂമിക്ക് മുകളിൽ താഴെ എല്ലായിട്ട് വരുന്ന, ചുറ്റുമായിട്ട് വരുന്ന എല്ലാറ്റിനെയുമാണ് ആകാശം എന്ന് പറയുന്നത്. അല്ല അവിടെ കാണുന്ന മാതിരിയുള്ള ആകാശമല്ല. ഭൂമിയും ആകാശം ഒന്നിച്ച് സൃഷ്ടിച്ചു എന്നാണ്. ഈ പ്രപഞ്ചമാണ് ഒന്നിച്ചാദ്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഭൂമിയുണ്ട്. ഭൂമിയിൽ നമ്മൾ ജനിച്ചു. അപ്പം
അപ്പം നമ്മളെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഭൂമിയെ നമ്മളായിട്ട് എടുക്കുകയും ബാക്കിയുള്ളതിനെ എല്ലാമാണ് ആകാശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഭൂമിക്കടിയിലുള്ള വസ്തുക്കളെ, അതായത് കല്ലും മണ്ണും എല്ലാം തന്നെ, അതിനെയാണ് പാതാള ലോകം. അത് 7 സ്ട്രക്ചറലി ഏറായിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അത് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ 7 തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ 7 തരം സ്ട്രക്ചറുകളുണ്ട്. അതെല്ലാം പിന്നീട് നമുക്ക് കാണാം. അപ്പം ഭൂമി ആകാശം എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള മതഗ്രന്ഥങ്ങളിൽ ഇത് കയറി വന്നിട്ടുണ്ട്. മറ്റുള്ള മതഗ്രന്ഥങ്ങളിലും വേദവാദികളിലും സാധാരണക്കാരൻ കൈകാര്യം ചെയ്യുന്ന ഈ എല്ലാത്തിനെയും ഈശ്വരനായി കണ്ടല്ലോ, ദേവതകളെ എല്ലാം, അവരിലും ഭൂമി ആകാശം എന്നെല്ലാം പറയുമ്പോൾ വലിയ പിടിയൊന്നുമില്ല. ആകാശം എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. മറ്റുള്ള മതഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു പിടിയില്ല. എന്താണ് ഈ ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നറിയില്ല. പക്ഷേ ഇതിലെല്ലാം ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം വ്യാഖ്യാനിച്ചു തരുന്നത് വേദങ്ങളിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് തന്നെ കാണുന്ന കാര്യങ്ങളാണ് 7 ലോകങ്ങളുണ്ട് മുകളിൽ. 7 ലോകം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനയിൽ വരുന്ന കാര്യങ്ങളാണ് 7 ലോകങ്ങൾ. അത് അവിടെ വേദത്തിൽ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പോവുകയാണ്. പ്രപഞ്ചഘടന ശാസ്ത്രലോകം പോലും കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അതും ഈ മറ്റുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം കാണാം. കാരണം മറ്റുള്ള ജനങ്ങൾ സാധാരണ ഭാഷ കൊണ്ട് എഴുതി പിടിപ്പിക്കുമ്പോൾ അതിനകത്ത് ഈ കേൾക്കുന്ന 7 ലോകം ഉണ്ടെന്ന് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ആചാരി കാച്ചിയ 7 ലോകം എന്ന് പറഞ്ഞ് അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവനക്കനുസരിച്ച് എന്തെല്ലോ എഴുതി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും തന്നെ ഇല്ല. വേദം എഴുതിയ ഋഷികൾക്ക് ആ ഗ്രന്ഥങ്ങളിലുള്ളതിനെ മാത്രമേ അതിൻ്റെ ശരിയായ ഘടനയിലുള്ളൂ. പിന്നെയുള്ളത് അപ്പം റോക്കറ്റിലേക്ക് രക്ഷപ്പെടുന്നത്, പിന്നെ ആ പ്രളയത്തെപ്പറ്റി, അവസാന കാലത്ത് ഒരു യുദ്ധത്തെപ്പറ്റി പറയുന്നത്, അതെല്ലാം പുരാണ ലോകാവസാനത്തിൽ അവൻ വരുന്നു എന്നെല്ലാം കേട്ടിരിക്കാം. അല്ലെങ്കിൽ മറ്റേത് ആകാശത്തിൽ വരുന്നു, ആകാശത്തിലേക്ക് അടുക്കപ്പെടുന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ യുഗങ്ങളെല്ലാം കഴിയുമ്പോൾ അവസാനം 4ാമത്തെ 3ാം ലോകമഹായുദ്ധമെല്ലാം കഴിഞ്ഞ് അവസാനത്തുമ്പോൾ ലോകം അവസാനിക്കുന്ന സമയത്ത് നല്ല ആൾക്കാരെ ആകാശത്തിലേക്ക് എടുക്കുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്താണ് സംഗതി? ഈ പ്രളയം നടക്കുമ്പോൾ ഇവരെല്ലാം ശാസ്ത്രലോകം രക്ഷപ്പെട്ടിട്ട് ബഹിരാകാശത്തേക്ക് ആണ് രക്ഷപ്പെടാൻ പോകുന്നത്. കുറേ പേര് ബോട്ടിൽ കയറി രക്ഷപ്പെടുമായിരിക്കും. പക്ഷേ യഥാർത്ഥ ശാസ്ത്രലോകം രാഷ്ട്രം എല്ലാ നാട്ടിലെയും വേണ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്തുകൊണ്ട് ബഹിരാകാശത്തിലേക്ക് എടുക്കപ്പെടും. അവസാനം കഥയിൽ അതല്ല എങ്ങനെയല്ലോ എഴുതി വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വേദങ്ങൾ എന്നാ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല സൗഭാഗ്യം മുകളിലുള്ള ഗ്രഹങ്ങളിലോ അവിടെ ഇവിടെയല്ലോ ഉണ്ട്, നിങ്ങൾ അവിടെ പോയി താമസിക്കുക എന്നെല്ലാം പറഞ്ഞത് പണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നും വേദങ്ങൾ പറയുമ്പോൾ ഋഗ്വേദം തുടങ്ങിയല്ലോ, അത് കുറേ അങ്ങോട്ട് എത്തുമ്പോൾ അത് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ ഏകദൈവം, ഈ ത്രിമൂർത്തികൾ എന്ന സങ്കല്പം തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിലൂടെയാണ് വേദം ആ സയൻസിനെ വ്യാഖ്യാനം, അതെല്ലാം ബലങ്ങളാണ്, സയൻസിലൂടെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നു. പുരാണത്തിലെ കഥാപാത്രങ്ങളായിട്ട് ബ്രഹ്മ വിഷ്ണു തലയിലും വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളതിലും കാണാം. പിതാപുത്രം പരിശുദ്ധം, അവിടെ ഒരു ബന്ധം കാണാം. ലാത്താമനത്ത ഓസാന്നെല്ലാം പറഞ്ഞുകൊണ്ട് വേറെയും കാണാം. എല്ലാവരും 3ൻ്റെ ഒരു കൂട്ടം എല്ലായിടത്തും ഉണ്ട്. ഇതൊന്നും പിടികിട്ടാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്, ചിലവരെടുത്ത് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തിൽ ഈ 3ൻ്റെ ഒരു പ്രത്യേകത അവിടെയുണ്ട്. പിന്നെ നമ്മളെ കഥയിൽ തന്നെ പണ്ട് കാളി എന്തോ ദാസനോട് വായിക്കുക എന്നെല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അങ്ങനെയല്ലേ കാളിദാസനായത്. വായിക്കാനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ പറഞ്ഞ നീ വായിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ വായിച്ചിട്ടാണ് കാളിദാസനായതെന്നെല്ലാം ചെറുതിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കഥകളുണ്ട്. ഇന്ദ്രനെ അല്ലാതെ ആരാധിക്കരുത്, പീഡനത്തിനിടയാകും. ഇന്ദ്രനെ മാത്രമേ ആരാധിക്കാവൂ, പീഡനത്തിനിടയാകുന്നുള്ള വാക്കുകളുണ്ട്. അതും നമ്മൾ കാണുന്നുണ്ട് പലയിടത്തും. പിന്നെ മഹാഭാരതത്തിലെ കൃഷ്ണൻ്റെ കഥയുമായിട്ട് ബൈബിൾ കഥകളും ഒന്ന് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ
ഒരു ഐക്യം അവിടെ കാണാം. കാരണം ഒന്ന്, രണ്ടുപേരും ജനിച്ചിരിക്കുന്നത് ഏറ്റവും നീചമായ സ്ഥലത്താണ്. അതെല്ലാം കഥയിലൂടെ ആശയങ്ങൾ മനസ്സിലാക്കണം. കഥ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ജനിച്ച ഉടനെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ ജനിക്കുന്നതിനെക്കാട്ടി മുമ്പ് വന്ന് പറയുന്നുണ്ട് ആ പരമാത്മാവാണ് കുട്ടിയായിട്ട് ജനിക്കാൻ പോകുന്നതെന്ന്. പിന്നെ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ കഥകളിലൂടെ പോയി കഴിഞ്ഞാൽ അതിലുള്ള ഒരു സാമ്യതയെല്ലാം കാണാൻ പറ്റും. അപ്പം അതിലേക്കൊന്നും ഇപ്പോൾ ദീർഘമായിട്ട് പോയ ഇത് കുറേ നീണ്ടുപോകും. അപ്പോൾ ഒരു എല്ലാത്തിലും ഒരു ഐക്യം കാണാൻ പറ്റും. പിന്നെ ഈ സ്വർഗം നരകം എന്നെല്ലാം പറയുന്നത് പ്രപഞ്ചഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും വേദങ്ങളിൽ സയൻസിലൂടെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മളിവിടെ സ്വർഗം നരകം എന്തെല്ലോ ആയിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരമാത്മാവ് എന്ന വാക്ക് വേദങ്ങളിലുള്ളതാണ്. ഈ ആത്മാവ് എന്ന എന്താണെന്നൊന്നും പിടികിട്ടിയിട്ടില്ല. അത് വേദങ്ങളിലൂടെ സയൻസിലൂടെ മനസ്സിലാക്കണം. പക്ഷേ മറ്റ് താഴത്തേക്ക് വരുമ്പോൾ അത് ഏത് ഭാഷയിലായാലും ഈ വേദവാദികൾ എന്ന് പറയുന്ന ഇവിടെയുള്ള സാധാരണ ജനങ്ങളും വേദത്തെ മനസ്സിലാക്കിയിട്ടില്ല അവരും. അപ്പം അവരും ആത്മാവ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നൊന്നും വലിയ പിടിയില്ല. മറ്റുള്ളതിലും അല്ല ഈ ആത്മാവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആദ്യത്തെ കാലഘട്ടം അടിമകളെയെല്ലാം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. അടിമ വ്യവസ്ഥയായിരുന്നു ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഗോത്ര കാലഘട്ടത്തിൻ്റെ പരശുരാമൻ ഭരദൂർ ഭരണാധികാരികളെ നാട് മുഴുവൻ പോയി കൊന്ന് എന്നെല്ലാം പറഞ്ഞ കഥയിലൂടെ അതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചരിത്രത്തിലൂടെ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ വേദങ്ങൾ എന്ന ഗ്രന്ഥം ശാസ്ത്രലോകം രക്ഷപ്പെട്ടവർ എഴുതി. അവർ സയൻറ്റിസ്റ്റുകളാണ്. അവർ അവരുടെ ധർമ്മം നിർവഹിച്ചു. ആ പ്രളയം നടന്നപ്പോൾ അവർ ബഹിരാകാശത്തോ എവിടെയോ രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിൻ്റെ ശേഷം ആ ശാസ്ത്രങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിട്ട് ഇങ്ങ് കൈമാറി തന്നിട്ട് അവർ അവരുടെ പാട്ടിന് പോയി. അവർ വന്നത് എവിടെ നിന്ന് ഭാരതത്തിലുണ്ട്. ഭാരതത്തിലെ ആൾക്കാർ തന്നെയാണ് സംസ്കൃതം കൈകാര്യം ചെയ്ത്. അവർ ഒരു കാലത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. പ്രളയമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുമുണ്ട്. അപ്പം പുറത്തുനിന്ന് വന്നതായിട്ട് ചരിത്രത്തിൽ ചില തെളിവുകളുണ്ട്. കാരണം ഇവർ പ്രളയ സമയത്ത് പുറത്തേക്ക് പോയതാണ്. പിന്നെ തിരിച്ചു വന്നതായിട്ട് പ്രളയം കഴിഞ്ഞപ്പോൾ, കാരണം ബഹിരാകാശത്തെല്ലാം പോകേണ്ടിക്ക് ആ സമയത്ത് അതിനുള്ള സൗകര്യങ്ങളുള്ള ലോകം മുഴുവൻ ഇരുന്നാലോചിച്ചിട്ടാണ് രക്ഷപ്പെടുക. എല്ലാ നാട്ടിൽ നിന്നും ആളെ കൊണ്ടുപോകും, വേണ്ട ആൾക്കാരെയെല്ലാം പണ്ഡിതന്മാരായിട്ടുള്ള അവർക്കാണ് മുൻതൂക്കം കൊടുക്കുക. അപ്പം അങ്ങനെ തിരിച്ചും വന്നിട്ടുണ്ട്. അവർ ഏതെല്ലോ ഗുഹയിൽ നിന്ന് അവരുടെ സയൻസെല്ലാം എഴുതിയിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്തു. അന്നുള്ള ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അവർ സാധാരണ ജനങ്ങൾ, ഇവർ സയൻസ് ശാസ്ത്രജ്ഞന്മാർ, അവരെ ജോലിയും ചേർത്തിട്ട് അവർ ഏത് വഴിക്കാണ് പോയെന്നുള്ള ഒരു പിടിയും നമുക്കില്ല. അതിനെക്കാട്ടി മുമ്പിലുള്ള മോഹൻജദാരോ ഹാരപ്പയിലുള്ള ആൾക്കാരെല്ലാം സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെപ്പറ്റി കാര്യമായി ഒന്നുമില്ല. കാരണം ശാസ്ത്രലോകത്തെ ഒന്നും ആരും ഗൗനിക്കാൻ പോകുന്നില്ല. ശാസ്ത്രജ്ഞന്മാർ അവർ കണ്ടെത്തി അവരുടെ ധർമ്മം നിർവഹിച്ച് അവരവരുടെ പാട്ടിന് പോകും. അങ്ങനെയുള്ളവരാണ് ഈ ആ വിഭാഗം, ശാസ്ത്ര വിഭാഗം. അവരവരുടെ പുസ്തകങ്ങൾ എഴുതി ഇവിടെയുള്ളവരെ ഏൽപ്പിച്ചു. അവരവരുടെ വഴിക്ക് പോയി. ഇന്ന് തന്നെ എന്ത് തരം മൊബൈൽ കണ്ടുപിടിച്ചാലും എന്ത് ഗുണങ്ങളുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചാലും ആ കണ്ടുപിടിക്കുന്ന ആളെ പേരിനൊന്നും ഒരു പ്രശസ്തിയില്ല. അത് മറ്റേ സാംസങ്, നോക്കിയ, ഇതിൻ്റെ പിന്നിലെ ബ്രെയിൻ ആരാണ്? ശാസ്ത്രലോകത്തെ പറ്റി ആർക്കാണ് അറിയുക? പണ്ടുള്ള കുറേ ശാസ്ത്രജ്ഞന്മാരെ നമുക്കറിയാം, ന്യൂട്ടണും മറ്റേ അതെല്ലാം അറിയാമെന്നല്ലാതെ ഇന്ന് ലോകം പുരോഗമിച്ച് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ആരാ അറിയുന്നത്? സാധാരണക്കാരൻ എന്താ അറിയുക? അവരെ ആരാണ് ഗൗനിക്കുന്നത്? ഇതിലൂടെ പോയാൽ തന്നെ നമുക്കറിയില്ല. മുമ്പിലൂട്ട് നമുക്കറിയാം വാച്ച്, സ്വിസ് വാച്ച്, മറ്റേ വാച്ച്, മൊബൈലെല്ലാം കാണുമ്പോൾ ഭയങ്കര അന്തം പൊട്ടി തന്നെ നമ്മൾ ഉപയോഗിക്കും.
പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ബ്രെയിൻ ആരാണെന്ന് ചോദിച്ചാൽ ഇന്നാണ് മനുഷ്യനും ശാസ്ത്രലോകത്തെ ആരും ഗൗനിക്കില്ല, ശാസ്ത്രജ്ഞന്മാർ. അത് തന്നെ വേദവ്യാസനും ഋഷികൾക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ എവിടെ നിന്ന് വന്നത്, എവിടെ താമസിച്ച് എവിടെയല്ലോ കണ്ടിട്ടുണ്ട്. അവർ പോയി അവരെ പറ്റി ഒരു വിവരമില്ല. അല്ല, വേദവ്യാസനും ഋഷികളെല്ലാം ഉണ്ടല്ലോ. ഋഷികളെ എവിടെ മരിച്ചു, എവിടെ സംസ്കരിച്ചു, എല്ലാം അവരെ വല്ല പൊടികൾ എന്തെങ്കിലും ഉപയോഗിച്ച വല്ല സാധനം ഒന്നും കിട്ടാനില്ല. ആകെ കിട്ടിയത് ഇവർ ഈ എഴുത്തന്ന ഓല ഗ്രന്ഥങ്ങളാണ്. അവരെഴുതി തന്ന പുസ്തകം വാങ്ങിയിട്ട് നമ്മൾ ഷൈൻ ചെയ്യുകയാണ്. ഷൈൻ ചെയ്യുന്നൊന്നുമില്ല. എന്ത് ഷൈൻ ചെയ്യുന്ന, അത് ഉപയോഗിക്കാനും പറ്റില്ല. കഥകളും പിടിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പം മറ്റുള്ള പുരാണം ഈ എഴുതി വന്ന എന്താണെന്ന് വെച്ചാൽ, അപ്പം വേദങ്ങൾ 4 വേദങ്ങളും 108 ഉപനിഷത്തും 18 പുരാണങ്ങളും വളരെ ഭംഗിയായിട്ട് അവർ എഴുതിയിട്ട് കൈമാറിയിട്ട് അവരെ പാട്ടുന്നു. അതിലെന്താണ് ഉള്ളതെന്ന് അന്നത്തെ ജനത്തിനും സാധാരണ ജനങ്ങൾക്ക് അവരുടെ ധർമ്മം എന്താണ്? പ്രളയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കുട്ടികളെ ഉണ്ടാക്കുക, കൃഷി ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് നാടിനെ പുരോഗതിയിലൂടെ രാജഭരണം ഇതിലൂടെയെല്ലാം ഗോത്ര കാലഘട്ടം ഇങ്ങനെയെല്ലാം പുരോഗമിച്ചു കൊണ്ടുപോവുക, ജീവിതമായിട്ട് മത്സരിച്ച് അവരാണ് ഇവിടെ പിന്നെ ജനങ്ങൾ വികസിക്കാനും വർദ്ധിക്കാനും എല്ലാം കാരണമായി തീർന്നത്. അവർക്ക് ആദ്യം വേണ്ടിയിരുന്ന ഭാഷയാണ്. ഭാഷ വേണ്ടാതെ ആളില്ലല്ലോ. അവരവർ ഭാഷേനെല്ലാം ഡെവലപ്പ് ചെയ്തു. പിന്നെ അവരുടെ ഭാവനക്കനുസരിച്ച് എഴുതി പിടിപ്പിച്ചു വെച്ചു. പല നാട്ടിലും പലതരത്തിൽ എഴുതി പിടിപ്പിച്ചു വെച്ചു. എഴുതി പിടിച്ച് വെക്കുമ്പോഴും കുറച്ച് സയൻസിൽ ഇവർ പറയുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്ന ചില ശാസ്ത്രതത്വങ്ങൾ, അതാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ. വേദത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിഗ്രഹാരാധനയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അജ്ഞാനികളാണ് ഈ വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുന്നത്. പിന്നെ അത് എന്തിനു വേണ്ടിയാണെന്നല്ല, മനസ്സിനൊരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. അല്ലാതെ ഈശ്വരൻ എല്ലാത്തിലുണ്ട്, നമ്മൾ തന്നെയാണ് ഈശ്വരനുള്ളതെന്നാണ് പറയുന്നത്. അതെല്ലാണ് വേദങ്ങൾ പറയുന്നത്. അതൊന്നും മനസ്സിലാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഏക ഈശ്വരനാണെന്ന് വെച്ച് പിന്നെ ഒരു 3 ദേവതയുണ്ട് എന്ന് ബ്രഹ്മ വിട്ട് കിടക്കട്ടെ, അത് കഥയിൽ വിട്ട പറഞ്ഞുകൊണ്ടാണ് ഇത്. ആ കഥ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. വേദങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പിന്നെ കേൾക്കാൻ നല്ല ഭംഗിയിൽ എഴുതി പിടിച്ച് അവർക്ക് എഴുതി പിടിപ്പിക്കാൻ അന്ന് അതിനല്ലേ വഴിയുള്ളൂ. ഭംഗിയിൽ എഴുതി പിടിപ്പിച്ചുകൊണ്ട് എല്ലാവരും അത് 3 ദൈവങ്ങൾ, പിന്നെ എല്ലാ ദേവതകൾ എന്നെല്ലാം പറഞ്ഞ് ഈശ്വരനാക്കി മാറ്റി. അങ്ങനെയെല്ലാം പോയി മറ്റുള്ളവർ വേറെ ആരൊക്കെ ചിന്തിച്ചോ അല്ല ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് ഒന്നു മതി എന്നും പറഞ്ഞിട്ട് കുറേ പേര് അങ്ങനെയും പോയി. പിന്നെ 3 ദേവതകൾ ഉണ്ടായിരുന്നു. പിന്നെ ആ 3 ദേവതകളിലൂടെയാണ് ആ ഫലങ്ങൾ ആക്ട് ചെയ്യുന്നത്, സൃഷ്ടിക്രമം നടക്കുന്നത്. അതൊന്നും മനുഷ്യരല്ല, കഥയിലാണ് കഥാപാത്രങ്ങൾ. അത് മറ്റുള്ളവർ ഒരു 3 എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് കുറേനെല്ലാം എടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. പിന്നെ 7 ലോകത്തെപ്പറ്റി അടിച്ചു വിട്ടു. 7 ലോകങ്ങളുണ്ട് എന്ന് അടിച്ചു വിട്ടു. പിന്നെ സ്വർഗം നരകം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് വെച്ചിട്ടുണ്ട്. കഥയിൽ കുറേയെല്ലാം പറയുന്ന അതല്ല, സ്വർഗവും നരകം എല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അങ്ങനെ മനസ്സിലാവുന്ന കാര്യങ്ങളെല്ലാം വെച്ച് കാച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മതഗ്രന്ഥങ്ങളായിട്ട് ഇത് രൂപാന്തരം പ്രാപിച്ചത്. പക്ഷേ അതെല്ലാം വേദത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഈ 4 വേദങ്ങളിൽ നിന്നും 108 ഉപനിഷത്തിൽ നിന്നും 18 പുരാണങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്ഭവം അത് ഇതാകട്ടെ വെറും സയൻസ് വിഷയങ്ങൾ മാത്രമാണ്. പ്രപഞ്ച രഹസ്യം അടങ്ങിയില്ല. അതുകൊണ്ടാണ് വേദം എന്ന വാക്കിന് ജ്ഞാനം എന്നർത്ഥം. പ്രപഞ്ചത്തിലുള്ള ജ്ഞാനം മുഴുവൻ ഇവർ കുറിച്ചു വെച്ചു. ശാസ്ത്രലോകം സ്വയം കണ്ടെത്തുന്നു. ലോകാവസാനമാകുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശാസ്ത്രലോകം നേരിട്ട് കണ്ടെത്തും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ വേദത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതെല്ലാം തന്നെയാണെന്ന്. അപ്പോൾ പിന്നെ അവർക്ക് അടുത്ത പ്രളയം കഴിയുമ്പോൾ ഈ വേദം എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ മറ്റുള്ള ഗ്രന്ഥങ്ങൾ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന തരത്തിൽ ആരെല്ലാം ഭാഷയുടെ ആ കഴിവ് കൊണ്ട് എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അന്തം വിട്ടു അവർ എഴുതി വെച്ച് കണ്ടു കഴിഞ്ഞാൽ. ഇന്നുള്ളവർക്ക് എന്തുകൊണ്ട് അങ്ങനെ എഴുതാതെന്ന് വെച്ചാൽ ഇന്നുള്ളവർക്ക് വേറെ ജോലിയുണ്ട്. ഇന്നുള്ളവർ ശാസ്ത്രത്തിൻ്റെ ശാസ്ത്ര പുരോഗതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അല്ല ഭാഷ ഉണ്ടാക്കുന്നതല്ല. ഭാഷയെല്ലാം മണ്ണുണ്ടാക്കി തന്നല്ലോ. അത് വെച്ചുകൊണ്ട് നമ്മൾ കുറേ പേര് വാചകടിച്ച് കിടക്കും ഈ ഭാഷയും വെച്ചിട്ട്. ചിലവർ ഭാഷയുടെ സഹായത്താൽ ശാസ്ത്രത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ നടക്കും. ചിലവർ കിട്ടിയ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് സുഖിച്ച് നടക്കും.
എഴുതാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഇപ്പോൾ എഴുതുന്നത് നമുക്ക് വേറെ പല ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ആരും എഴുതാതെ. പക്ഷെ നമ്മളത് അങ്ങനത്തെ പഴയത് നോക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു, ഇതെങ്ങനെ ഇവർ ഇത്രയും വലിയ നീട്ടത്തിൽ എങ്ങനെ എഴുതി വെച്ചാൽ അവർക്ക് വേറെ എന്താ ജോലി, ഇതെല്ലാം തന്നെ. ഇങ്ങനെയാണ് പൊതുവെ ഇത് നമ്മൾ യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാലുള്ള ഒരു സംഭവം. ഒരു പ്രളയം നടക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് മനുഷ്യൻ ചെയ്യുക? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു സൈക്ലിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.